ഇപ്പൊ തൽക്കാലം ശമ്പളം വർദ്ധിപ്പിക്കാനല്ല ഞാൻ പറയുന്നൊരു വിഷയം. നമ്മൾ വിഷയങ്ങൾ ഉൾക്കൊള്ളുക, വിഷയങ്ങൾ പഠിക്കുക, എന്നിട്ട് അവിടത്തേക്ക് നമ്മൾ കാര്യങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക. അതാണല്ലോ നമ്മുടെ ബാധ്യത. പ്രവർത്തിക്കൽ നമ്മുടെ ബാധ്യതയാണ്. വിജയിപ്പിക്കേണ്ടവൻ ആരാണ്? അല്ലാഹുവാണ്. യഥാർത്ഥത്തിൽ ഒരു മഹല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വരിസംഖ്യ പിരിക്കല്, അല്ലെങ്കിൽ ഒരു ഉസ്താദിനെ നിർത്തൽ, പിരിച്ചുകൂടി, ഇതിനൊന്നും ആരുടെ ആവശ്യമില്ല. ഒരു കമ്മിറ്റിയുടെ ആവശ്യം ഉണ്ടോ? അതിന് രണ്ടാളുണ്ടായ സംഗതി എന്താവും? വരിസംഖ്യ പിരിക്കാൻ ഒരു റിസീവറും അതിനെ കണക്ക് എഴുതാൻ വേറൊരാൾ, രണ്ടാളുണ്ടായ സംഗതി എന്താവും? വിഷയം നടന്നു. പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ ഒരു മഹല്ല് എന്ന് പറയുന്നത് ഒരു ഭരണകൂടമാണ്. സാധാ ഭരണകൂടമല്ല, ഒരു ഇസ്ലാമിക ഭരണകൂടമാണ്. ഒരു ഇസ്ലാമിക ഭരണകൂടം എന്ന് പറയുമ്പോൾ തന്റെ പ്രദേശത്തുള്ള ഒരു മുസ്ലിമായ മനുഷ്യന്റെ A to Z വിഷയങ്ങളിൽ ശക്തമായി ഇടപെട്ട് ഇസ്ലാമിക നിയന്ത്രണം കൊണ്ടുവന്ന് അവനെ ഒറിജിനാലിറ്റിയുള്ള ഒരു മുസ്ലിമായി അള്ളാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കുക എന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരു മഹല്ല് സംവിധാനം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരുമിച്ച് കൂടിയ കൂട്ടത്തിൽ ഒരുപാട് മഹല്ല് ഭാരവാഹികളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മഹല്ലത്തിലുള്ള മുസ്ലിമീങ്ങളുടെ ഇടയിൽ അവരുടെ കുടുംബപരമായ വിഷയമാകട്ടെ, പേഴ്സണൽ വിഷയമാകട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയങ്ങളാകട്ടെ, ഇടപെടുന്നു എന്ന് അവകാശപ്പെടാൻ പറ്റിയ എത്ര മഹല്ലിന്റെ ഭാരവാഹികൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും? ഞാൻ കൈ പൊക്കാൻ പറയുന്നില്ല, കാരണം ചിലപ്പോൾ ആൻസർ 0 എന്നാകാം. ഒരു മുസ്ലിം, ആ പ്രദേശത്തുള്ള മുസ്ലിമിന്റെ മുഴു വിഷയങ്ങളുടെയും പ്രാതിനിധ്യം അരുളാൻ ബാധ്യസ്ഥനാണ് ആര്? ആ പ്രദേശത്ത് ഒരു മുസ്ലിമായ മനുഷ്യൻ നിസ്കരിക്കാതെ പോയാൽ അതിന്റെ മസ്ഊലിയത്ത് കമ്മിറ്റിക്കാരുടെ കയ്യിലാണ്. ആ നാട്ടിൽ ഒരു ചെറുപ്പക്കാരൻ മദ്യപാനിയായി മാറിപ്പോയാൽ അതിനാഖിറത്തിൽ മറുപടി പറയേണ്ടത് ആ പള്ളിയിലുള്ള ഉസ്താദും കമ്മിറ്റിക്കാരുമാണ്. ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ അനാശാസ പ്രവണതകളിലേക്ക് പോയാൽ ആ വിഷയത്തിന് നാളെ ആഖിറത്തിൽ മറുപടി പറയേണ്ടവൾ ആ പള്ളിയിലുള്ള ഖാദിയാണ്, മഹല്ല് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, ഭാരവാഹികളാണ്. ഞാൻ ചോദിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ട മഹല്ല് ഭാരവാഹികളോട്, എന്റെ പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കട്ടെ, ആ ഒരു മാനദണ്ഡം വെച്ച് ചിന്തിച്ചാൽ നാളെ ആഖിറത്തിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? മുസ്ലിമിന്റെ വിഷയത്തിൽ എന്ന് മാത്രമല്ല, ആ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങളുടെയും വിഷയത്തിൽ ഇടപെടാൻ ബാധ്യസ്ഥനാണ് ആര്? ഒരു മുസ്ലിം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കാരണം ഇസ്ലാം മുസ്ലിമിന് വേണ്ടി മാത്രം ഉപകരിക്കേണ്ടുന്ന പ്രസ്ഥാനമല്ല. ഇസ്ലാമിന്റെ മൂല്യം, ധർമ്മം ലോകത്തിന് മുഴുവനും ലഭ്യമാകേണ്ടിയിരിക്കുന്ന ഒരു അവകാശമാണ്. അവരെ കാണേണ്ടുന്ന രൂപത്തിൽ കാണാൻ, അവർക്ക് ചെയ്യേണ്ടുന്ന രൂപത്തിൽ ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥനാണ് സത്യത്തിൽ ആര്? ഒരു യഥാർത്ഥ മുസ്ലിം. അപ്പോൾ ഒരു നാട്ടിലുണ്ടാകുന്ന ഇസ്ലാമിക പിന്നോക്കാവസ്ഥയുടെ മസ്ഊലിയത്ത് അത് ആരുടെ കയ്യിലാണ്? അത് മഹല്ല് കമ്മിറ്റിയുടെ കയ്യിലാണ്. അതുകൊണ്ടാണ് പഴയ കാലത്തൊക്കെ നിലനിന്നൊരു സംവിധാനം എന്താണ്? എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ദർസിൽ പോകുന്ന സമയത്ത് ആ ദർസ് നടക്കുന്ന പള്ളി മഹല്ല്, ആ മഹല്ലത്തിലെ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ഞങ്ങളുടെ ഉസ്താദായിരുന്നു. എല്ലാ കാലവും കമ്മിറ്റിയുടെ ഔദ്യോഗിക ഭാരവാഹികളുടെ കൂട്ടത്തിൽ ഒരാൾ ആരായിരിക്കും? പള്ളിയിലുള്ള ഉസ്താദായിരിക്കും. എല്ലാ മീറ്റിംഗിനും ഉസ്താദിനെ അവർ പങ്കെടുപ്പിക്കും. എന്നിട്ട് എന്ത് തീരുമാനം എടുക്കുമ്പോൾ അവർ ആരോട് ചോദിച്ചിട്ടേ തീരുമാനിക്കുള്ളൂ? ഉസ്താദിനോട് ചോദിച്ചിട്ടേ. ഇന്ന് നേരെ പള്ളിയിൽ ഉസ്താദിനെ കമ്മിറ്റി യോഗത്തിൽ വിളിക്കണമെന്ന് പറയുമ്പോൾ നമ്മളെ അർത്ഥം എന്താ? അയാൾ നമ്മുടെ സ്റ്റാഫാണ്, അദ്ദേഹം നമ്മുടെ ജീവനക്കാരൻ, അയാൾക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടവരാണ് നമ്മൾ. പിന്നെ അങ്ങനത്തെ ആളെ എങ്ങനെ നമ്മൾ കമ്മിറ്റി യോഗത്തിലേക്ക് വിളിക്കാം? ചിന്തന്റെ മാറ്റം നോക്കണം. പണ്ടത്തെ ചിന്ത എന്താണ്? നമ്മുടെ ഉസ്താദ്, അദ്ദേഹമാണ് നമ്മുടെ ഭരണാധികാരി. ആ ഭരണാധികാരി പറയുന്നത് പോലെയാണ് ഞങ്ങൾ പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ ആ കാര്യങ്ങൾ മുശാവറ ചെയ്യാൻ എല്ലാ മീറ്റിംഗിലും ഉസ്താദന്മാരുടെ പ്രാതിനിധ്യം. ഇന്ന് നമ്മുടെ മൂല്യത്തൂർച്ച എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ, പള്ളിയിലുള്ള പണ്ഡിതന്മാരെന്ന് പറയുന്നത് അവര് ജീവനക്കാരും നാം സാധാരണക്കാർ അവരെ ഭരിക്കുന്നവരും. അതുകൊണ്ട് നമ്മൾ പറയുന്നത് അവർ സ്വീകരിക്കുക എന്നിടത്തേക്ക് ആരെത്തി? നമ്മുടെ ആശയം എത്തി. ഇത് വിജയത്തിന്റെ ലക്ഷണമാണോ പരാജയത്തിന്റെ ലക്ഷണമാണോ? ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഉയർച്ച ഇൽമാണ്. അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റും.
ഇൻഷാ അല്ലാഹ് ഉച്ചയ്ക്ക് ശേഷം വന്യരായ മൗലാന എം എ ഉസ്താദിന്റെ ആദരിക്കൽ ചടങ്ങിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച വരുന്നത് കൊണ്ട് ഞാൻ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. അപ്പൊ ഒരു മഹല്ല് സംവിധാനം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു ഇസ്ലാമിക ഭരണകൂടമാണ്. ഒരു നാട്ടിൽ ഒരുത്തന് കല്യാണം കഴിച്ചു, ഒരു പെണ്ണിനെ നിക്കാഹ് ചെയ്തു, അവരുടെ വിവാഹബന്ധം തകർച്ചയിലേക്ക് എത്തി. ഇന്ന് ഇടപെടുന്നത് ആരാണ്? കോടതി, അല്ലേ? ഇന്ന് ഇടപെടുന്ന ആരാണ്? കോടതി. കോടതിയുടെ വരാന്തയിൽ ചെന്നാൽ മുസ്ലിം ചെറുപ്പക്കാരികളുടെ നീണ്ട ക്യൂ ഇങ്ങനെ കാണാം. ഭർതൃപീഡനത്തിന്റെ, അല്ലെ ഭർതൃ കുടുംബത്തിന്റെ പീഡനത്തിന്റെ, അല്ലെങ്കിൽ തലാഖിന്റെ ഏറ്റവും വലിയ സങ്കടത്തിന്റെ പരാതികളുമായിട്ട് കോടതിയുടെ തെരുവുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ആരാണ്? മുസ്ലിം ചെറുപ്പക്കാരികൾ. ഞാൻ ചോദിക്കട്ടെ, മഹല്ല് ഭാരവാഹിക്ക് ഞാൻ ഒരു ഇസ്ലാമിക ഭരണകൂടത്തിലുള്ള ഭരണാധിപനാണ് എന്ന ബോധമുണ്ടെങ്കിൽ ഈ വിഷയം കോടതിയിലേക്ക് എത്തുവോ? അല്ല, എത്തില്ലേ? ഒരിക്കലും എത്തില്ല. ഒരു പ്രദേശത്തുണ്ടാകുന്ന ഇത്തരത്തിലുള്ള മുഴുവൻ വിഷയങ്ങളിലും ഇടപെടാൻ ആർക്ക് സാധിക്കണം? നമുക്ക് സാധിക്കണം. ഞാൻ അൽഹംദുലില്ലാഹ് സന്തോഷത്തോടെ പറയട്ടെ, ഫഖ്ർ പറയുന്നില്ല, വിനീതനായ ഞാൻ ഉൾക്കൊള്ളുന്ന എന്റെ മഹല്ല് കമ്മിറ്റി ഇത്രകാല ചരിത്രത്തിനുള്ളിൽ ഒരൊറ്റ ഒരു കേസ് അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടെ കോടതിയിലെത്താൻ സാധിച്ചിട്ടില്ല ഇന്ന് വരെ. നാളത്തത് അള്ളാഹു നിർത്തി തരട്ടെ. ഇന്ന് വരെ. ഇനി അഥവാ ബൈ ചാൻസ് നമ്മൾ അറിയാതെ കോടതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ നേരെ പിറ്റേന്ന് കോംപ്രമൈസ് മഹല്ല് കമ്മിറ്റിയുടെ കീഴിൽ നടന്നിട്ട് റിപ്പോർട്ട് കോടതിക്ക് കൈമാറുന്ന സാഹചര്യമാണ് എവിടെ ഉള്ളത്. അതെന്തുകൊണ്ടാ? എന്റെ നാട്ടിനൊരു പാരമ്പര്യം. എന്റെ നാട്ടിലുള്ള ഏകദേശം 2-3 നൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം, ആ നാട്ടിന്റെ നേതൃത്വം ഉലമാഇന്റെ കൈ. എല്ലാ ഗ്രൂപ്പുണ്ട്, എല്ലാ സംഘടനയുണ്ട്, എല്ലാ രാഷ്ട്രീയക്കാരുണ്ട്, എല്ലാ മുസീബത്തുണ്ട്. മണ്ടലി മുറിച്ച പോലത്തെ നാടാണ്, ഇല്ലാത്തൊരു സാധനം ഉണ്ടാവില്ല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, മഹല്ല് സംവിധാനത്തിലേക്ക് എത്തിയാൽ നിൽക്കവിടെ എന്ന് പറഞ്ഞാൽ നിൽക്കും, ഇരിക്കവിടെ എന്ന് പറഞ്ഞാൽ ഇരിക്കും. എന്താ കാരണം? ഞാൻ സജീവ എസ്കാരനാണ്, പക്ഷെ എന്റെ നാട്ടിൽ എന്റെ സംഘടന അല്ലാത്തവരാണ് കൂടുതലുള്ളത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, വെള്ളിയാഴ്ച ജുമയ്ക്ക് എഴുന്നേറ്റ് നിന്നിട്ട് ഇരിക്കണം പോകരുത് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കുട്ടിയാണ് മൂല. കാരണം എന്താണ്? ആ മഹല്ലത്തിന്റെ പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന വിഷയത്തിൽ ആര് ബോധവാന്മാരാണ്? മഹല്ല് നിവാസികൾ. അതിപ്പോ എത്ര കാലം നിലനിൽക്കുന്നു അല്ലാഹു അലം മറ്റൊരു വിഷയമാണ്. പക്ഷെ ഇന്നും അൽഹംദുലില്ലാഹ് സന്തോഷത്തോടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതിനെന്ത് വേണം? പണ്ഡിതന്മാർ ഉത്തരവാദിത്വ ബോധത്തിൽ നിന്ന് എന്തെങ്കിലും അന്യം മുഞ്ഞ ന്യായം പറഞ്ഞ് മാറി നിൽക്കാതെ ശാസ്ത്രീയമായി ഇടപെടാൻ ആര് തയ്യാറാകണം? പണ്ഡിതന്മാർ തയ്യാറാകണം. ചിലപ്പോ കമ്മിറ്റിയിലൊക്കെ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോഴത്തെ, ഇന്ന് പണ്ടത്തെ കാലത്തെ തെരഞ്ഞെടുപ്പ് പോലെയല്ലോ ഇപ്പോഴത്തെ മഹല്ല് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് ആണോ? അല്ല. പണ്ട് പള്ളി കമ്മിറ്റിയുടെ അതിന്റെ ഹിദ്മത്തൊക്കെ കൈയാളം വരുന്ന ആളാരാണ്? ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലേ? പഴയ കാലത്ത് ഒരാളെ പള്ളി കമ്മിറ്റിയിലേക്ക് പ്രസിഡന്റായി സെലക്ട് ചെയ്യുന്നുവെങ്കിൽ അല്ലെങ്കിൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുന്നുവെങ്കിൽ അംഗീകരിക്കുന്ന